She who grew a forest. Srimati Devaki Amma Ji. Padma Shri 2026. ഇന്നൊരു തൈ, നാളെ ഒരു മരം, ഒരിക്കലൊരു വനം. Born into a family of agriculture, she chose a path of preserving nature. എനിക്കൊരു 44 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 3 വർഷം വീട്ടിലിരിപ്പും കിടപ്പുമൊക്കെ ആയിട്ടങ്ങനെ ഞങ്ങളുടെ വെച്ചാരാധന ഒരു ഉദ്ബോധനം തന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ നീ എന്ത് ചെയ്യും, വല്ലതൊക്കെ ചെയ്യരുത് ഇവിടെ. അപ്പം അങ്ങനെ വെച്ചാരാധന എടുക്കുന്നത് തന്നെ ഓരോന്ന് വെച്ചു, ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. മരം ഒരു വരവാന്നല്ലേ പറയുന്നത്. Alappuzha district was a barren land without forests. Devaki Amma began to plant saplings, much to the amusement of the people in the area, but they were to be proved wrong. നമ്മൾ വെക്കുന്ന ഒരു സാധനം നാം പിടിക്കുകയും പൂക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് സന്തോഷം. അങ്ങനെ വെച്ച് കൈ നട്ട് നനച്ച് അതൊരു കാവായി തീർന്നു. First came plants which grew into trees, which formed thickets, which became a verdant forest, a tapovana. അമ്മ ഈ മരങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്, അവർക്കിതെല്ലാം മനസ്സിലാകാറുമുണ്ട്. Soon, Devaki Amma's forest brought with it all kinds of flora and fauna, shaping a beautiful new environment. വനമില്ലാത്ത ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു വനം സൃഷ്ടിച്ചു തന്ന കൊല്ലവകയിൽ ദേവകിയമ്മയോട് നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. രാജ്യം ഇന്ന് അമ്മുമ്മയെ പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ അമ്മുമ്മയുടെ കൊച്ചുമകൾ എന്ന നിലയ്ക്കും അതുപോലെ ആ കുടുംബത്തിലെ ഒരാളെന്ന നിലയ്ക്കും അത്രയധികം സന്തോഷവും അഭിമാനവും. നമ്മുടെ എല്ലാ അമ്മയായ ഭൂമിദേവിയെ സേവിച്ചു. അമ്മ എൻ്റെ ഫലം എനിക്ക് തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. Srimati Devaki Amma Ji, Padma Shri 2026. കോടി കോടി നമസ്കാരഃ.